ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എ സി സർക്യൂട്ടിലെ രണ്ടാമത്തെ ഭാഗമാണ്, രണ്ടാമത്തെ ക്ലാസ്സാണ്. അതിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ഒബ്ജക്റ്റീവ്സ്. അറ്റ് ദി എൻഡ് ഓഫ് ദിസ് ക്ലാസ് യു വിൽ ബി ഏബിൾ ടു അത് അഡ്വാൻറ്റേജ് ഓഫ് ഡി സി ഓവർ എ സി. എ സിയേക്കാൾ ഡി സിക്കുള്ള അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. പിന്നെ അഡ്വാൻറ്റേജ് ഓഫ് എ സി ഓവർ ഡി സി, ഡി സിയേക്കാൾ എ സിക്കുള്ള അഡ്വാൻറ്റേജ് ഏതൊക്കെയാണ്. മൂന്നാമതായിട്ട് എക്സ്പ്ലെയിൻ ദി ജനറേഷൻ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ജനറേഷനെ പറ്റി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ഡി സി ഓവർ എ സി. എ സിയേക്കാൾ ഡി സിക്കുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്നാണ് ആദ്യം നോക്കുന്നത്. ഡി സി നീഡ്സ് ഓൺലി 2 വയേഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ. വലിയ 3 ഫേസ് എ സി മേ നീഡ് അപ് ടു 4 വയർ. ഡി സിക്ക് ആകെ 2 വയറുകൾ മാത്രം മതി. പോസിറ്റീവും നെഗറ്റീവ് വയറുകൾ മാത്രം ആവശ്യമുള്ളൂ, ട്രാൻസ്മിഷൻ ആണെങ്കിലും എന്തിനാണെങ്കിലും. എന്നാൽ 3 ഫേസ് എ സിക്കാണെങ്കിൽ 4 വയറുകൾ, 3 ഫേസും 3 ഫേസ് ആകുമ്പോൾ 3 ഫേസും ഒരു ന്യൂട്രലും 4 വയറുകൾ വരെ ആവശ്യമായി വരും. ദി കൊറോണ ലോസ് അസോസിയേറ്റഡ് വിത്ത് ഡി സി ഈസ് നെഗ്ലിജിബിൾ വൈൽ ഫോർ എ സി ഇൻക്രീസസ് വിത്ത് ഇറ്റ്സ് ഫ്രീക്വൻസി. നമ്മളിപ്പോൾ കൊറോണ വൈറസിൻ്റെ പിടിയിലാണ്. ഇതിന് മുമ്പേ നമ്മുടെ ഇലക്ട്രിക്കലിൽ ഒരു കൊറോണ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അപ്പോൾ ഈ കൊറോണ ലോസ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് ഈ കൊറോണ ലോസ്. ആ കൊറോണ ലോസ് ഡി സിയിൽ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ എ സിയിൽ അതെന്ത് ചെയ്യും, ഫ്രീക്വൻസിക്കനുസരിച്ച് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താണ് കൊറോണ ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ആ കൊറോണ ലോസ് എന്താണെന്നുള്ളതൊന്ന് ചുരുക്കി പറയാം. നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈന് നമ്മുടെ നാട്ടിലൂടെ പോകുന്നുണ്ട്. എന്താണ് 210 kV അതായത് 110 kV ഒക്കെ ട്രാൻസ്മിഷൻ ലൈന് പോകുമ്പോൾ അതിന് ടവറിൻ്റെ ചോട് അല്ലേ, ടവർ ഉണ്ടാവും. ആ ടവറിൻ്റെ താഴെ നിന്ന് നമുക്കൊരു ഒരു മൂളക്കം കേട്ടിട്ടുണ്ട്, ഒരു ഹിസ്സിങ് സൗണ്ട്, ഒരു മൂളുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കാം, എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് കേൾക്കാം. ആ സൗണ്ടിന് കാരണം ഈ കൊറോണയാണ്. കൊറോണ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. അത് എന്താണ്, ഒരു ഈ പോണ കണ്ടക്ടറിൽ ഒരു സൗണ്ടും അതേപോലെ തന്നെ ഒരു വയലറ്റ് ഗ്ലോയും ഉണ്ടാവും. അതിനാണ് കൊറോണ എഫക്റ്റ് എന്ന് പറയുക. ആ കൊറോണ എഫക്റ്റ് ഡി സിയിലില്ല. അതിനെപ്പറ്റി കൂടുതൽ പിന്നെ സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ട്, ആ സമയത്ത് പഠിക്കും. അപ്പോൾ എ സിയിൽ ആ എഫക്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഫ്രീക്വൻസിക്കനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കൊറോണ ലോസ് ഉള്ളത് എ സിയിലാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സ്കിൻ എഫക്റ്റ്, അതും എ സിയിലാണുള്ളത്. ട്രാൻസ്മിഷൻ കണ്ടക്ടർ ഡിസൈനിൽ എന്താണ്, എ സിയിലാണ് ഈ പ്രോബ്ലം സ്കിൻ എഫക്റ്റ് ഉള്ളത്. എന്താണ് ഈ സ്കിൻ എഫക്റ്റ് എന്ന് പറഞ്ഞത്? സർഫേസിലൂടെ മാത്രം അല്ലേ, എ സി കടത്തി വിടുമ്പോൾ എന്താണ്, ആ കണ്ടക്ടറിൻ്റെ സർഫേസിലൂടെ മാത്രം കറണ്ട് ഒഴുകാനുള്ളൊരു ടെൻഡൻസി, അതിനെയാണ് നമ്മൾ സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ഇതില്ല, ഡി സിയിൽ ഇല്ല. പിന്നെ നോ ഇൻഡക്റ്റീവ് ആൻഡ് കപ്പാസിറ്റീവ് ലോസസ്. ആകെ റെസിസ്റ്റൻസിൻ്റെ ഒരു ലോസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇൻഡക്റ്റീവ് ലോസോ കപ്പാസിറ്റീവ് ലോസ്, പിന്നെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്, ഇതൊക്കെ എ സിയിലേ ഉള്ളൂ, ഡി സിയിലില്ല. പിന്നെ അതുപോലെ തന്നെ നോ പ്രോക്സിമിറ്റി എഫക്റ്റ്. ഇതേപോലുള്ളൊരു ലോസിൻ്റെ ഒരു എഫക്റ്റാണ് പ്രോക്സിമിറ്റി എഫക്റ്റ്. നമ്മൾ കോയിൽ ചുറ്റുമ്പോൾ ഒന്നാമത്തെ കോയിലും രണ്ടാമത്തെ കോയിലും തമ്മിൽ, ആ രണ്ടാമത്തെ കോയിലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഒന്നാമത്തെ കോയിലിനെ ഒപ്പോസ് ചെയ്തിട്ട് അതിലൂടെയുള്ള കറണ്ട് ഫ്ലോനെ തടയും. അങ്ങനത്തെ ഒരു എഫക്റ്റാണ് പ്രോക്സിമിറ്റി എഫക്റ്റ്. അപ്പോൾ ആ പ്രോക്സിമിറ്റി എഫക്റ്റും എന്തിനില്ല, ഡി സിയിലില്ല. അപ്പോൾ കൊറോണ ലോസ്, അതേപോലെ സ്കിൻ എഫക്റ്റ്, ഇൻഡക്റ്റീവ് കപ്പാസിറ്റീവ് ലോസസ്, പ്രോക്സിമിറ്റി എഫക്റ്റ് കൊണ്ടാണ് ലോസസ് ഒന്നും എന്തിനില്ല, ഡി സിയിലില്ലാതെ എ സിയിലേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഡി സി സീരീസ് മോട്ടോർ ആർ മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ട്രാക്ഷൻ പർപ്പസ്. വലിച്ചു കൊണ്ടുപോകുന്ന പർപ്പസുകൾക്ക്, ട്രാക്ഷൻ വലിച്ചു കൊണ്ടുപോകുന്ന പർപ്പസുകൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡി സി സീരീസ് മോട്ടോറാണ്. എന്തൊക്കെയാണത്? ട്രാംവേ, റെയിൽവേ, ക്രെയിന്, ലിഫ്റ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ലോഡ് ഉള്ളതോടുകൂടി അല്ലെ, ലോഡ് ഉണ്ടാവുന്ന സമയത്ത് വലിച്ചു കൊണ്ടുപോകുന്ന സാധനം, ഹൈ ടോർക്ക് വേണ്ട സാധനങ്ങൾക്ക് ഡി സി സീരീസ് മോട്ടോറാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫോർ ഇലക്ട്രോ പ്ലേറ്റിംഗ് ആൻഡ് ബാറ്ററി ചാർജിങ്. ബാറ്ററി ചാർജിങ്ങിനും ഇലക്ട്രോ പ്ലേറ്റിങ്ങിനും, എന്തൊക്കെയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്നുള്ളതൊക്കെ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, മെറ്റൽ പൂശുക അല്ലേ, സ്വർണം ചെമ്പിൻ്റെ മുകളിൽ പൂശുക, ഇങ്ങനത്തെ പരിപാടികളുണ്ട്. അതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. അതുപോലെ ബാറ്ററി ചാർജിങ്, അതിന് ഡി സി നിർബന്ധമാണ്.
അതുപോലെ തന്നെ ആർക്ക് ലാമ്പ് വർക്ക് ചെയ്യുന്നത് ഡി സിയിലാണ്. പിന്നെ റിലേ ആൻഡ് ഓപ്പറേറ്റിംഗ് സ്വിച്ചുകൾ, പിന്നെ സർക്യൂട്ട് ബ്രേക്കർ, ഇതൊക്കെ എ സിയേക്കാൾ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ഡി സി ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് അഡ്വാൻറ്റേജ് ഓഫ് എ സി ഓവർ ഡി സി. ഇപ്പോൾ നമ്മൾ ഡി സിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു, എ സിയേക്കാൾ അതിനുള്ള മെച്ചങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഡി സിയേക്കാൾ എ സിക്കുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ തന്നെ എ സി വോൾട്ടേജ് നമുക്ക് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. എന്തുപയോഗിച്ച്? ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ വാല്യൂ കൂട്ടാം, കുറക്കാം, സ്റ്റെപ്പ് അപ്പ് ചെയ്യാം, സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യാം? ട്രാൻസ്മിഷൻ പർപ്പസ് എളുപ്പമാക്കാൻ പറ്റും. ഈ ട്രാൻസ്മിഷൻ പർപ്പസ് ലാർജ് എമൗണ്ട് ഓഫ് പവർ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറണ്ട്. ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് പവർ സെയിം ആയിരിക്കും. ഒരു ട്രാൻസ്ഫോമറിൻ്റെ പവർ സെയിം ആയിരിക്കും. അപ്പോൾ എന്താണ്? അതിൻ്റെ ഫ്രീക്വൻസി പവറൊക്കെ സെയിം ആയിരിക്കും. അതിൻ്റെ ഫ്രീക്വൻസിയും പവറും സെയിം ആയിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പവർ സെയിം ആയിരിക്കുമ്പോൾ എന്താണ്? വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ് പവർ. അപ്പോൾ വോൾട്ടേജ് കൂട്ടുന്ന സമയത്ത് കറണ്ട് കുറയും. അങ്ങനെ ഹൈ വോൾട്ടേജ് ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ലോ കറണ്ടിൽ നമുക്ക് പിന്നെ കറണ്ടാണ് ലോസ് ഉണ്ടാക്കുന്നത്. I²R എന്നുള്ള ലോസ് ഉണ്ടാക്കുന്നത് കറണ്ടാണ്. അപ്പോൾ ആ കറണ്ട് കുറക്കുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ലോസും കുറക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ട്രാൻസ്മിഷൻ എളുപ്പമാക്കാം. ഇങ്ങനെ ഈ കറണ്ട് കുറക്കുന്ന കാരണം കൊണ്ട് ഹൈ വോൾട്ടേജ് ഉണ്ടാക്കി എന്താണ് ലോ കറണ്ടിൽ നമുക്ക് ട്രാൻസ്മിഷൻ നടത്താൻ കഴിയുന്നത് കൊണ്ട് തന്നെ സ്മാളർ ട്രാൻസ്മിഷൻ വയേഴ്സ് ക്യാൻ ബി യൂസ്ഡ്. നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വയറിൻ്റെ സൈസ് വളരെ കുറക്കാം. അപ്പോൾ തന്നെ ടു റെഡ്യൂസ് ഇൻസ്റ്റലേഷൻ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ്. അത് അങ്ങനെ നമുക്ക് കുറച്ചത് കൊണ്ട് എന്താണ് അതിൻ്റെ ഇൻസ്റ്റലേഷൻ്റെയും മെയിൻ്റനൻസ് കോസ്റ്റും ഒക്കെ നമുക്ക് കുറക്കാൻ പറ്റും എ സി ഉപയോഗിക്കുമ്പോൾ. ഡി സി ജനറേറ്റർ ഉണ്ടാക്കുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിൽ നിന്ന് 6000 വോൾട്ട് 6 kVയിലും കുറവ് വോൾട്ടേജ് ഡി സിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതന്നെ ഈ ഉണ്ടാക്കുന്ന വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പിന്നെ കുറക്കാനും കൂട്ടാനും ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് കുറക്കാനോ കൂട്ടാനോ പറ്റില്ല. അതുപോലെ ലോങ് ഡിസ്ട്രിബ്യൂഷൻ റിക്വയർഡ് ഹെവി കേബിൾ. ഇങ്ങനെ ഈ കുറക്കാനും കൂട്ടാനും പറ്റാത്തത് കൊണ്ട് ഇവിടെ നമ്മളെന്താണ് ഹൈ വോൾട്ടേജ് ആക്കിയിട്ട് ലോ കറണ്ട് ആക്കണ ഇത് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് പറ്റാത്തത് കൊണ്ട് തന്നെ ലോങ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്മിഷനിൽ ഒക്കെ എന്താണ് ഹെവി കേബിൾ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ചെറിയ കേബിൾ ഉപയോഗിക്കേണ്ടി വരും. എ സിയിൽ ചെറിയ കേബിൾ ഉപയോഗിക്കുന്നതിന് പകരം ഹെവി കേബിൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എ സി ജനറേറ്റർ എന്താണ് നമ്മൾ അതിൻ്റെ കപ്പാസിറ്റി 500 മെഗാവാട്ട് വരെയുള്ള കപ്പാസിറ്റിയുള്ള എ സി ജനറേറ്റർ നമുക്ക് പിന്നെ അവൈലബിൾ ആണ്, ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഡി സി ജനറേറ്റർ ആണെങ്കിൽ എന്താണ് 10 മെഗാവാട്ട് വരെ എന്ന് പറഞ്ഞാൽ 10000 കിലോവാട്ട് വരെയുള്ള പിന്നെ കപ്പാസിറ്റിയുള്ള ഡി സി ജനറേറ്ററുകളേ ഉള്ളൂ. ഇനി എ സി മോട്ടോറിൽ ലെസ് എക്സ്പെൻസീവ് ബിൽഡ് ഇൻസ്റ്റാൾ ആൻഡ് മെയിൻ്റനൻസ് ദാൻ ഡി സി മോട്ടോർ ഡി സി മോട്ടോറിനേക്കാൾ എ സി മോട്ടോറിൽ ഉണ്ടാക്കാനും അത് ഇൻസ്റ്റാൾ ചെയ്യാനും മെയിൻ്റനൻസ് ഉള്ള കോസ്റ്റൊക്കെ വളരെ കുറവാണ്. ഡി സി മോട്ടോറിനുള്ള എ സി മോട്ടോറിനേക്കാൾ ഡി സി മോട്ടോറിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ബെറ്റർ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ എളുപ്പം ഡി സി മോട്ടറാണ്. പക്ഷെ ബാക്കിയുള്ളതൊക്കെ എ സി മോട്ടോറുകളാണ്. അതിൻ്റെ ചിലവ് കുറവൊക്കെ എ സി മോട്ടോറുകളാണ്. ഇനി പറയുന്ന കാര്യങ്ങൾ എന്താണ് അഡ്വാൻറ്റേജ് ആയിട്ട്? എ സി ഈസ് ഈസി ടു ജനറേറ്റ് ദാൻ ഡി സി. ഡി സിയേക്കാൾ ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് എ സി ആണ്. അതുപോലെ തന്നെ ഡി സിയേക്കാൾ എന്താണ് ജനറേറ്റ് ചെയ്യുമ്പോൾ ചീപ്പ് ആയിട്ട് നമുക്ക് വളരെ വില കുറച്ച് എ സി ആണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. പിന്നെ എന്താണ് ഹയർ ഡി സിയേക്കാൾ എഫിഷ്യൻസി കൂടുതൽ എ സി ജനറേറ്ററിനാണ്. പിന്നെ ലോസ് ഓഫ് എനർജി ഡ്യൂറിങ് ട്രാൻസ്മിഷൻ ഇൻ നെഗ്ലിജിബിൾ ഫോർ എ സി ലോങ് ഡിസ്റ്റൻസ്. കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് ട്രാൻസ്മിഷൻ പിന്നെ നമ്മൾ കറണ്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എനർജിയെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ എന്താണ് ലോസ് കുറക്കാൻ നമുക്ക് കറണ്ട് കുറക്കാം. ഹൈ വോൾട്ടേജ് ആക്കിയിട്ട് പിന്നെ കറണ്ട് കുറച്ച് നമുക്ക് ലോസ് കുറക്കാൻ പറ്റും എ സി ആകുമ്പോൾ. അതേപോലെ തന്നെ എ സി ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ടു ഡി സി. എ സിയെ ഡി സി ആക്കി മാറ്റാൻ വളരെ എളുപ്പമാണ്. പിന്നെ എ സിയെ എന്ത് ചെയ്യാം? സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ യൂസിങ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് എ സിയെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ ചെയ്യാൻ പറ്റും. ദി വാല്യൂ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ സി ക്യാൻ ബി ഡിക്രീസ് ഈസിലി വിത്തൗട്ട് ലോസ് ഓഫ് എക്സസ് ഓഫ് എനർജി യൂസിങ് ചോക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ എ സിയുടെ പിന്നെ മാഗ്നിറ്റ്യൂഡ് അതിൻ്റെ അളവ് അല്ലെ പിന്നെ ലോസ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? കുറക്കാൻ പറ്റും ചോക്കുകൾ ഉപയോഗിച്ചിട്ട്. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ
എന്താണ് അഡ്വാൻറ്റേജ് ആയിട്ട് എ സിയുടെ അഡ്വാൻറ്റേജ് ഒരു 5 അഡ്വാൻറ്റേജോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതിയാൽ മതി. അപ്പോൾ ഇനി അടുത്തതായിട്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ടിൻ്റെ ജനറേഷനാണ്. എ സി ജനറേഷൻ, എ സി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് യൂസ്ഡ് വേറെവർ എ ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് പവർ ഈസ് റിക്വയർഡ്. കൂടുതൽ എമൗണ്ട് ഇലക്ട്രിക്കൽ പവർ ആവശ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, എ സി കറണ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള സപ്ലൈ, ആൾ ഇലക്ട്രിക്കൽ എനർജി സപ്ലൈഡ് ഫോർ ഡൊമസ്റ്റിക് ആൻഡ് കൊമേഴ്സ്യൽ പർപ്പസ്. നമ്മൾ കൊമേഴ്സ്യലായിട്ടും നമ്മുടെ വീടുകളിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലാണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നത് എ സി കറണ്ടാണ്. അത് 3 ഫേസും അല്ലെങ്കിൽ സിംഗിൾ ഫേസോ ഉപയോഗിക്കുന്നുണ്ട്. ഡി സിയേക്കാൾ കൂടുതൽ വോൾട്ടേജ് നമുക്ക് എ സിയിൽ ഉണ്ടാക്കാം. അതാണ് ഹീറ്റിങ്ങും ആർക്കിങ്ങും ഉള്ള ചെറിയ പ്രോബ്ലങ്ങൾ ഒഴിച്ചാൽ. സം സ്റ്റാൻഡേർഡ് വാല്യൂ ഓഫ് വോൾട്ടേജ്, സ്റ്റാൻഡേർഡ് വാല്യൂ എ സി വോൾട്ടേജ് 1.1 kV, 2.2 kV, 3.3 kV എന്നൊക്കെയാണ്. ലോ കപ്പാസിറ്റി ആണെങ്കിൽ ഇങ്ങനെയാണ് 1100 വോൾട്ട്, 2200, 3300 എന്ന് പറഞ്ഞിട്ട് അതാണ് 1.1 kV, 2.2 kV, 3.3 kV എന്ന് പറയുന്നത്. അല്ല ഇനി എന്താണ് ഹയർ കപ്പാസിറ്റി ഉള്ളതാണെങ്കിൽ 6.6 kV 6600 വോൾട്ട്, അല്ലെങ്കിൽ 11 kV 11000 വോൾട്ട്, 33 kV 33,000 വോൾട്ടൊക്കെ നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് വോൾട്ടേജ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ വാല്യൂ നമുക്ക് എന്താണ് ട്രാൻസ്മിഷൻ കുറേ കൂടുതൽ ഡിസ്റ്റൻസിലേക്ക് ഈ ട്രാൻസ്മിഷൻ ചെയ്യാനുണ്ടെങ്കിൽ നമുക്കെന്ത് ഈ വാല്യൂവിന് നമ്മൾ എന്ത് ചെയ്യും 66,000 അല്ലെങ്കിൽ 66 kV അല്ലെങ്കിൽ 110 kV, 220 kV, 400 kV ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ITIയുടെ തൊട്ടടുത്തുള്ള സബ്സ്റ്റേഷനിൽ അല്ലേ, അവിടെ 400 kV ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 400 kV ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും ഉയർത്തിയിട്ട് അതിൻ്റെ കറണ്ട് വളരെ കുറച്ചിട്ട് ട്രാൻസ്മിഷൻ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ എ സി ഈ ലോഡ് ഏരിയയിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ വീടുകളിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് 240 വോൾട്ടോ അല്ലെങ്കിൽ 415 വോൾട്ടോ ആയിട്ട് കുറച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി എന്താണ് എ സി ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എ സി ഉണ്ടാക്കാനുള്ള ദ ബേസിക് മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് എ സി ഈസ് ബൈ ദി യൂസ് ഓഫ് ആൻ എ സി ജനറേറ്റർ. എ സി കറണ്ട് നമുക്ക് കിട്ടാനുള്ള ബേസിക് മെത്തേഡ് എന്ന് പറയുന്നത് എ സി ജനറേറ്റർ ഉപയോഗിച്ചിട്ടാണ്. എ സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എ സി ജനറേറ്റർ ഈസ് എ മെഷീൻ ദാറ്റ് യൂസസ് മാഗ്നറ്റിസം ടു കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. നമ്മൾ മാഗ്നറ്റിസം ഉപയോഗിച്ചിട്ട് എന്താണ് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ. ഒരു ജനറേറ്റർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെഷീനാണ്. ആ മെഷീൻ ഉപയോഗിക്കണം എന്താണ് മാഗ്നറ്റിസം ഉപയോഗിച്ചിട്ടാണ് ഈ കൺവേർഷൻ നടത്തുന്നത്. അപ്പോൾ ഈ ജനറേറ്റർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. എന്താണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. അതിൻ്റെ ഫസ്റ്റ് ലോ നമ്മൾ പറഞ്ഞിരുന്നത് എന്താണ് വെനെവർ കണ്ടക്ടർ കട്ട്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് EMF ഇൻഡ്യൂസ്ഡ്. ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുക, ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പം എന്ത് ചെയ്യും ഒരു മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യും. അപ്പോൾ ഒരു EMF അതിലുണ്ടാവും. അതാണ് ജനറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ എ സി ജനറേറ്ററിൽ എ സി ജനറേറ്റർ പ്രൊഡ്യൂസസ് ആൻഡ് എ സി വോൾട്ടേജ്. എ സി ജനറേറ്റർ എന്താണ് ഒരു എ സി വോൾട്ടേജിനെ പ്രൊഡ്യൂസ് ചെയ്യും ബൈ കോസിങ് എ ലൂപ്പ് ഓഫ് വയർ ടു ടേൺ വിത്തിൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു ലൂപ്പ് വയർ, ഒറ്റ ടേൺ ആണ് ഇതിലുള്ളത്. ഒരു ടേണുള്ള വയറാണ് കോയിൽ, ഒറ്റ ടേണുള്ളൂ. അത് ഉപയോഗിച്ചിട്ട് വയർ ടേൺ വിത്തിൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഈ ടേൺ നമ്മൾ എന്ത് ചെയ്യുക, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഇത് എന്താണ് ഒരു പെർമനൻറ്റ് മാഗ്നറ്റാണ്. അതിൽ നിന്ന് എൻ്റെ നിന്നും എസ്സിലേക്ക് മാഗ്നറ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു ടേൺ ഉള്ള ഒറ്റ ചുറ്റുള്ള ഒരു വയർ ഉപയോഗിച്ചിട്ട് എന്താണ് ഇത് കറക്കിയാൽ എന്ത് ചെയ്യും നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡ് ദി ഫോഴ്സ് റിക്വയർഡ് ടു ടേൺ. അപ്പോൾ എന്തുണ്ടാവും ആ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുമ്പോൾ ഒരു EMF ഉണ്ടാവും. ഈ ടേൺ ഈ വയറിൻ്റെ ടേൺ കറക്കാനും വേണ്ടി അല്ലേ, അത് എന്താണ് നമ്മൾ അത് കറങ്ങുന്നതിന് വേണ്ടി നമ്മൾ ഒരു ലൂപ്പ് ഈ ഒറ്റ വയറിൻ്റെ ഈ ലൂപ്പ് കറക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം വേരിയസ് വിവിധ സോഴ്സുകളിൽ നിന്നും നമ്മൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഹാൻഡ് ഡ്രിവൺ കൈകൊണ്ട് കറക്കും,
അല്ലെങ്കിൽ എന്താണ് മെഷീൻ ഉപയോഗിച്ചിട്ട്, വേറെ എന്തെങ്കിലും മെഷീൻ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് അതിന് എക്സാമ്പിളായിട്ട് നമ്മളിവിടെ പറയുന്നത് എന്താണ്, വലിയ ജനറേറ്ററുകളാണെങ്കിൽ AC ജനറേറ്റർ എന്താണ്, വലിയ ജനറേറ്റർ, ലാർജ് ജനറേറ്ററുകളാണെങ്കിൽ എന്താണ് സ്റ്റീം ടർബൈന് അല്ലെങ്കിൽ വാട്ടർ ടർബൈന് അല്ലേ, ഡാം കെട്ടി നിർത്തിയിട്ട് അതിൽ നിന്ന് വാട്ടറിൻ്റെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ടർബൈൻ കറക്കിയിട്ട്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ കണ്ടക്ടറിനെ കറക്കിയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ മാഗ്നറ്റിക് കട്ട് ചെയ്യും. ആ മാഗ്നറ്റിക് കട്ട് ചെയ്യുമ്പോൾ എന്താണ് അവിടെ ഒരു EMF ഉണ്ടാവും. അങ്ങനെയാണ് ജനറേറ്റർ. ഈ സിംഗിൾ ലൂപ്പ് ജനറേറ്റർ നമ്മൾ പറഞ്ഞു, ഈ സിംഗിൾ ലൂപ്പ് ജനറേറ്റർ എന്താണ് ഉണ്ടാക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വോൾട്ടേജാണ്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ അത്രയൊന്നും വോൾട്ടേജ് ഒരു സിംഗിൾ ലൂപ്പ് ജനറേറ്റർ ഉണ്ടാക്കില്ല. ആ സമയത്താണ് പ്രാക്ടിക്കൽ AC ജനറേറ്റർ എന്ന് പറഞ്ഞത്. ഇതൊരു ഉദാഹരണത്തിന് വേണ്ടി മാത്രം പറയുന്ന ഒരു ജനറേറ്ററാണ്. ഈ ജനറേറ്റർ എന്താണ് ഒരു സിംഗിൾ വയർ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മളൊരു ജനറേറ്റർ ഉണ്ടാക്കിയാൽ അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ എന്തുണ്ടാവില്ല, വോൾട്ടേജ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലായിട്ട് AC ജനറേറ്റർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മെനി മോർ ടേൺസ് ഓഫ് വയർ വോണ്ട് ഓൺ എ ആർമേച്ചർ. ഒരു ആർമേച്ചറിൽ എന്ത് ചെയ്യും, കുറേ കണ്ടക്ടറുകൾ ചുറ്റിയിട്ടുണ്ടാവും, കുറേ ടേൺസ്. ഇവിടെ ഈ കാണുന്നതാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ കാണുന്നതൊക്കെ എന്താണ് വയറുകളാണ്. അപ്പോൾ എന്താണ് കുറേ ടേൺസ് ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടായിരിക്കും ഓൺ എ ആർമേച്ചറിൻ്റെ കോറിൽ. ഈ കാണുന്നതാണ് കോറ്. ആ കോറിൻ്റെ ഉള്ളിലൂടെ നമ്മൾ എന്ത് ചെയ്യും, കുറേ കണ്ടക്ടറുകൾ ചുറ്റിയിട്ടുണ്ടായിരിക്കും. ആ കണ്ടക്ടർ ഈ ആർമേച്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്പർ ഓഫ് കോയിൽസ്, കുറേ കോയിൽസ് ഉണ്ട്. വൗണ്ട് ഓൺ എ അയൺ കോർ. ഇതാണ് അയൺ കോറ്. ഈ അയൺ കോറിൽ കുറേ നമ്പർ ഓഫ് ടേൺസ് ചുറ്റിയിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയാണ് ആർമേച്ചർ ഉണ്ടാക്കിയത്. ഇനി എന്താണ് ഈ ഉണ്ടാക്കിയ അല്ലേ AC വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ദി ആർമേച്ചർ കോയിൽ. ഈ ആർമേച്ചറിൻ്റെ കോയിലാണ് എന്ത് ചെയ്യുക, ഇവിടെ ആണെങ്കിൽ എന്താണ് ഈ ഒരു കോയിലിൽ ഇത് ഒറ്റ ടേണുള്ള കോയിലാണ്. ആ കോയിലാണ് എന്തുണ്ടാവുക, EMF ഉണ്ടാവുക. അത് കണക്ട് ചെയ്ത് ഈ കോയിൽ കണക്ട് ചെയ്യുന്നത് സ്ലിപ്പ് റിങ്. ഈ കാണുന്നത് രണ്ടും സ്ലിപ്പ് റിങ് ആണ്. ഇതിൻ്റെ ഒരു എൻഡ് ഒരു സ്ലിപ്പ് റിങ്ങിലേക്കും മറ്റേ എൻഡ് എന്താണ് അടുത്ത സ്ലിപ്പ് റിങ്ങിലേക്കും ആയിരിക്കും കണക്ട് ചെയ്തത്. ഇവിടെ ഒരു ടേൺ ആണെങ്കിലാണ് ഇങ്ങനെ. ഇനി കുറേ ടേണുകൾ ഉണ്ടെങ്കിൽ ഈ കാണുന്നതാണ് സ്ലിപ്പ് റിങ്. ഇവിടെ 3 ഫേസ് ആണിത്. 3 സ്ലിപ്പ് റിങ് ഉണ്ട്. 1 2 3 സ്ലിപ്പ് റിങ് ഉണ്ട്. ഈ 3 സ്ലിപ്പ് റിങ്ങിലേക്ക് നമ്മൾ ഇതിൻ്റെ ഒരു എൻഡുകൾ കണക്ട് ചെയ്യും. പിന്നെ എന്താണ് ഫ്രം വിച്ച് ദ എക്സ്റ്റേണൽ സർക്യൂട്ട് റിസീവ്സ് ദി വോൾട്ടേജ് ത്രൂ എ സെറ്റ് ഓഫ് ബ്രഷ്. ഇനി എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് ഇവിടെ ഈ ബൾബ് കത്തിക്കണമെങ്കിൽ ഇവിടെ വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് ഈ ബൾബ് കത്തിക്കണമെങ്കിൽ ഇതാണ് എക്സ്റ്റേണൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ. ഈ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് നമ്മൾ ഇവിടെ ഉണ്ടായ വോൾട്ടേജിനെ സ്വീകരിക്കുന്നത് 2 ബ്രഷ്. ഈ മുകളിൽ കാണുന്ന ഈ 2 എണ്ണമാണ് ബ്രഷ് വഴിയായിരിക്കും നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ എന്താണ് ഈ സ്ലിപ്പ് റിങ്ങിൽ നിന്നും ബ്രഷ് വഴിയാണ് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് സപ്ലൈ കൊടുക്കുക. ഇവിടെയാണെങ്കിൽ നോക്കുക, ഇതാണ് സ്ലിപ്പ് റിങ്. ഇവിടെ ഈ മുകളിൽ കാണുന്ന ഈ സാധനങ്ങളാണ് ബ്രഷ്. ഈ ബ്രഷ് വഴി ഇവിടുന്ന് വയറെടുത്തിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കൊടുക്കുക. എന്താണ് ഇവിടെ ഈ സിംഗിൾ ലൂപ്പിൽ നമ്മൾ ഉദാഹരണത്തിന് കാണിച്ചത് എന്താണ്, പെർമനൻറ്റ് മാഗ്നറ്റാണ്. ഇതിന് പകരം ഇലക്ട്രോ മാഗ്നറ്റ് ആയിരിക്കും വലിയ ജനറേറ്ററുകളാണെങ്കിൽ ഉപയോഗിക്കുക. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാനും വേണ്ടി ഇലക്ട്രോ മാഗ്നറ്റ് ആയിരിക്കും ഉപയോഗിക്കുക. ഇനി ഇത് ഒരു ഉദാഹരണത്തിന് നമ്മൾ കാണിക്കുകയാണ്. എന്താണ് ഇതൊരു പെർമനൻറ്റ് മാഗ്നറ്റാണ്. അതിൽ നിന്ന് N നിന്നും Sലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നുണ്ട്. ഇവിടെ സിംഗിൾ ലൂപ്പ് കണ്ടക്ടറാണ്. സിംഗിൾ ലൂപ്പ് കണ്ടക്ടർ കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുമ്പോൾ ഒരു EMF ഉണ്ടാവും. ആ EMF പുറത്തേക്ക് എടുക്കാനും വേണ്ടി നമ്മൾ 2 സ്ലിപ്പ് റിങ്ങിലേക്ക് കൊടുത്തിരിക്കും. ആ സ്ലിപ്പ് റിങ് ആണിത്. ആ സ്ലിപ്പ് റിങ് 2 എൻഡുകളും ഓരോ സ്ലിപ്പ് റിങ്ങിലേക്ക് കണക്ട് ചെയ്തിരിക്കും. ആ സ്ലിപ്പ് റിങ്ങിൽ നിന്നും 2 ബ്രഷ് വഴി പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് റെസിസ്റ്ററിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ റെസിസ്റ്ററിൽ നിന്നും അതിൻ്റെ പാരലായിട്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്താൽ ഇതിലുണ്ടാകുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ് AC ആയിരിക്കും. AC ജനറേറ്റർ ആണെങ്കിലും DC ജനറേറ്റർ ആണെങ്കിലും കോയിലിൽ ഉണ്ടാവുന്ന EMF എന്ന് പറയുന്നത് അത് AC ആയിരിക്കും. കോയിലിൽ എപ്പോഴും AC ആയിരിക്കും. ACയെ DC ആക്കി മാറ്റിയാണ് DC ജനറേറ്റർ ആണെങ്കിൽ ചെയ്യുക. അപ്പോൾ കോയിലുണ്ടാണ് EMF എപ്പോഴും AC ആയിരിക്കും. ഇവിടെ നോക്കുക 0, പിന്നെ 2 ഭാഗത്തേക്കും ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും എപ്പോഴും. എൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ നോക്കുക, ഈ ഒരു കണ്ടക്ടർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ മുകളിലോട്ടാണ് സഞ്ചരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ താഴോട്ടാണ്, പിന്നെ മുകളിലോട്ടാണ്, താഴോട്ടാണ്.
ഇതിലുണ്ടാകുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന EMF, ആ EMFൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്തായിരുന്നു? ഫ്ലമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ടാണ്. ഫ്ലമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ, ഡയറക്ഷൻ താഴേക്കുള്ളത് മുകളിലോട്ട് മാറുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ കോയിലുള്ള കറണ്ട് ചേഞ്ച് ചെയ്യും. ഇവിടെ ഈ കോയിൽ മാത്രം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ താഴോട്ടാണ്, ഇനി മുകളിലോട്ടാണ്, പിന്നെ താഴോട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഈ താഴോട്ടുണ്ടാകുമ്പോൾ ഇതിലുള്ള കറണ്ട് ചേഞ്ച് ചെയ്യും, മുകളിലോട്ടാകുമ്പോൾ അതിൻ്റെ കറണ്ട് ചേഞ്ച് ചെയ്യും. ഇവിടെ കാണിക്കുന്നുണ്ട്, ഇവിടെ നോക്കുക, ഇപ്പോൾ അങ്ങോട്ടാണ് കറണ്ട്, ഇനി ഇപ്പോൾ ഇങ്ങോട്ടാണ് കറണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഇതിനെ ചേഞ്ച് ചെയ്യണേ, ഇവിടെ ആ ചേഞ്ചിങ് കാണാനുണ്ടാവും. അപ്പോൾ എന്താണ്? AC ആണ് ഒരു പിന്നെ കണ്ടക്ടർ കട്ട് ചെയ്ത് അതിൽ EMF ഉണ്ടാവുകയാണെങ്കിൽ അത് AC ആണ് ഉണ്ടാവുക. അത് DC ജനറേറ്റർ ആണെങ്കിലും AC ജനറേറ്റർ ആണെങ്കിലും കണ്ടക്ടറിൽ ഉണ്ടാകുന്ന EMF എന്തായിരിക്കും? AC ആയിരിക്കും. ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത സൈൻ വേവ്. സൈൻ വേവ് ദി ഷേപ്പ് ഓഫ് ദ വോൾട്ടേജ് വേവ് ഫോം ജനറേറ്റഡ് ബൈ എ കോയിൽ റൊട്ടേറ്റിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് കാൾഡ് എ സൈൻ വേവ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ വേവ് ഫോമിൻ്റെ ഷേപ്പിനെയാണ് സൈൻ വേവ് എന്ന് പറയുക. ഒരു AC ജനറേറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുക? റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന വോൾട്ടേജിൻ്റെ വേവ് ഫോം നമ്മളൊരു ഗ്രാഫിലേക്ക് വരച്ചാൽ അതിനെയാണ് സൈൻ വേവ് എന്ന് പറയുക. അപ്പോൾ ഒരു AC ജനറേറ്ററിലുണ്ടാണ് വോൾട്ടേജിൻ്റെ വേവ് ഫോം എന്ന് പറഞ്ഞാൽ സൈൻ വേവ് ആണ്. അപ്പോൾ ഷേപ്പ് ഓഫ് വോൾട്ടേജ്, അതിൻ്റെ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സൈൻ വേവ് എന്ന് പറയുക. ഇതാണ് അതിൻ്റെ ഷേപ്പ്. സൈൻ വേവിൻ്റെ ഷേപ്പ് ഇതാണ്. അപ്പോൾ ഒരു AC ജനറേറ്ററിൽ ഉണ്ടാവണേ, പ്യുവർ AC ജനറേറ്റർ ആണെങ്കിൽ എന്താണ് ഒരു ജനറേറ്ററിൽ AC ജനറേറ്ററിൽ ഉണ്ടാണ് വേവ് ഫോം എന്തായിരിക്കും? അത് സൈൻ വേവ് ആണ്. അപ്പോൾ അതിൻ്റെ ഷേപ്പിനെ വോൾട്ടേജ് വേവ് ഫോം ജനറേറ്റഡ് ബൈ എ കോയിൽ റൊട്ടേറ്റിംഗ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പിന്നെ ഒരു കോയിൽ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു കോയിൽ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാണ് ജനറേറ്ററിൻ്റെ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ ഷേപ്പിന് ആണ് സൈൻ വേവ് എന്ന് പറയുക. അപ്പോൾ എന്താണ് ഈ ജനറേറ്റർ സൈൻ വേവ് വോൾട്ടേജ് വാരീസ് ഇൻ ബോത്ത് വോൾട്ടേജ് വാല്യൂ ആൻഡ് പൊളാരിറ്റി. ഇതിൻ്റെ പൊളാരിറ്റി പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക്, അതുപോലെ തന്നെ അതിൻ്റെ 0-ൽ നിന്നും അതിൻ്റെ മാഗ്നറ്റ്യൂഡ് അളവ് എന്ത് ചെയ്യും? മാക്സിമത്തിന് മാറും. പിന്നെ അത് മാക്സിമത്തിൽ നിന്നും 0-ലേക്ക്, പിന്നെ അതിൻ്റെ ഒരു പൊളാരിറ്റി മാറും. എന്നിട്ട് എന്ത് ചെയ്യും? 0-ൽ നിന്നും മാക്സിമത്തിലേക്ക്, മാക്സിമത്തിൽ നിന്നും 0-ലേക്ക് അത് മാറിക്കൊണ്ടിരിക്കും. പിന്നെ സൈൻ വേവ് ഈസ് ദി മോസ്റ്റ് ബേസിക് ആൻഡ് വൈഡ്ലി യൂസ്ഡ് AC വേവ്. കുറേ വേവുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞതാണ്. AC എന്ന് പറഞ്ഞത് സൈൻ വേവ് മാത്രമല്ല, സ്ക്വയർ വേവ്, സോ ടൂത്ത് വേവ് ഒക്കെ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതും ബേസിക് ആയിട്ടുള്ളതുമായ പിന്നെ AC വേവ് ഫോമാണ് സൈൻ വേവ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സൈൻ വേവ് ആണ്. അത് സ്റ്റാൻഡേർഡ് AC ജനറേറ്റർ പ്രൊഡ്യൂസസ് എ വോൾട്ടേജ് ഓഫ് സൈൻ വേവ്. ഒരു സ്റ്റാൻഡേർഡ് AC ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യൽ എന്തായിരിക്കും? സൈൻ വേവ് ആയിരിക്കും. ഇനി എന്താണ്? ഇഫ് ദ കോയിൽ ഈസ് റൊട്ടേറ്റഡ് അറ്റ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഒരു മാഗ്നറ്റിക് ഫീൽഡിനിടയിൽ എന്താണ്? ഒരു കോയിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ദി നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സ് കട്ട് പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ കട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ നമ്പർ എന്നുള്ളത് വാരീസ് വിത്ത് ദി പൊസിഷൻ ഓഫ് കോയിൽ. കോയിലിൻ്റെ പൊസിഷൻ അനുസരിച്ച് മാറിയിരിക്കും. അതിൻ്റെ കട്ട് ചെയ്യുന്ന ആംഗിളിനനുസരിച്ച് എന്ത് ചെയ്യും? അതിൻ്റെ മാഗ്നറ്റ്യൂഡ് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ കോയിലിൻ്റെ റൊട്ടേഷനിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താണ്? ഈ പിന്നെ കോയിലിൻ്റെ പൊസിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് പൊസിഷൻ? ആ പൊസിഷൻ മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുന്ന നമ്പർ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വെൻ ദ കോയിൽ ഈസ് മൂവിങ് പാരലൽ ടു ദ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് കോയിൽ മൂവ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് കട്ട്സ് നോ ലൈൻ ഓഫ് ഫോഴ്സ്. ഒരു ഇത് നോക്കുക, എന്നിൽ നിന്നും എസ്സിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഫ്ലക്സ് എന്നിൽ നിന്നും എസ്സിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇതേ രീതിയിൽ ഇവിടെ പാരലായിട്ട് ഇതിന് പാരലായിട്ട് ഇങ്ങനെ തന്നെ കോയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നോക്കുക പാരലായിട്ടാണുള്ളത്, ഇപ്പോൾ പാരലായിട്ട് തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യില്ല? ഒറ്റ ഫ്ലക്സിനെയും കട്ട് ചെയ്യില്ല. ഇവിടെ നോക്കുക, അപ്പോൾ ഒരു കോയിൽ പാരലായിട്ടാണ്, ഈ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ, ഇങ്ങനെ ഇവിടെ എന്നിൽ നിന്നും എസ്സിലേക്കാണ് എന്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അതേ ഡയറക്ഷനിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? കോയിൽ മൂവ് ചെയ്യുന്നത് എങ്കിൽ എന്ത് ചെയ്യില്ല? ഒരൊറ്റ, കാരണം എന്താ? കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയല്ലേ കട്ട് ചെയ്യുക? ഇങ്ങനെ ആകുമ്പോൾ ഒറ്റ മാഗ്നറ്റിക് ഫീൽഡിനെയും കട്ട് ചെയ്യില്ല. അപ്പോൾ ആ മാഗ്നറ്റിക് ഫീൽഡ് കട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതുകൊണ്ട് നോ വോൾട്ടേജ് ഈസ് ജനറേറ്റഡ് ദി ഇൻസ്റ്റൻറ്റ്. ഈ ഇൻസ്റ്റൻറ്റിൽ എന്ത് ചെയ്യില്ല? ഒരു വോൾട്ടേജ് ഉണ്ടാവുകയേ ഇല്ല. അപ്പോൾ പിന്നെ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടാണ് നമ്മുടെ കോയിൽ മൂവ് ചെയ്യുന്നത് എങ്കിൽ എന്തുണ്ടാവില്ല? നോ വോൾട്ടേജ് ഈസ് ജനറേറ്റഡ്. വോൾട്ടേജ് ജനറേറ്റ് ചെയ്യില്ല.
ഇനി എന്ത് ചെയ്യും, ഇത് കറങ്ങണത് ഇപ്പോൾ ഈ ക്ലോക്ക് വൈസിലാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഇങ്ങോട്ട് കറങ്ങുകയാണെങ്കിൽ ഇങ്ങനെ കറങ്ങൽ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും, കട്ടിങ് ഇങ്ങനെ കൂടും. ഇതിപ്പോൾ ഈ പാരലായിട്ട് കറങ്ങുമ്പോൾ എന്ത് ചെയ്യില്ല, പാരലായിട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ ഒറ്റ മാഗ്നറ്റിക് ഫീൽഡിനെയും കട്ട് ചെയ്യില്ല. ഇനി എന്ത് ചെയ്യും, ഇതിങ്ങനെ പാരലുള്ള ഇവിടെ പിന്നെ താഴെ ഇങ്ങനെ വരികയാണെങ്കിൽ കട്ടിങ് കൂടി കൂടി വരും. അങ്ങനെ പിന്നെ മൂവ് ചെയ്തിട്ട് റൈറ്റ് ആംഗിൾസ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് റൈറ്റ് ആംഗിൾ ആയിട്ട് 90 ഡിഗ്രി മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ കട്ടിങ് ഇങ്ങനെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ 90 ഡിഗ്രി ആയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് കട്ട് ദ മാക്സിമം നമ്പർ ഓഫ് ലൈൻ ഓഫ് ഫോഴ്സ്. മാക്സിമം നമ്പർ എന്ത് ചെയ്യും, കട്ട് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ പിന്നെ മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഈ നമ്മുടെ കണ്ടക്ടറുടെ മൂവ് ചെയ്യണതോ ഇങ്ങനെ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ചെയ്യുമ്പോൾ എല്ലാ മാഗ്നറ്റിക് ഫ്ലക്സിനെയും കട്ട് ചെയ്യും. മാക്സിമം മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്ന പൊസിഷനാണ് ഈ 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ആകുമ്പോൾ. ആ സമയത്ത് എന്ത് ചെയ്യും, മാക്സിമം കട്ട് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ ഫാരഡേസ് ലോയിൽ പഠിച്ചതാണ്, എന്താണ് കട്ട് ചെയ്യുന്നതിൻ്റെ അളവിനനുസരിച്ചാണ് എന്ത് കൂടുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുന്ന സമയത്തിന് ഇപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര കട്ട് ചെയ്യേണ്ടതെന്നനുസരിച്ചാണ് എന്ത് ചെയ്യുക, EMF കൂടുക. അതുകൊണ്ട് തന്നെ മാക്സിമം ഓർ പീക്ക് വോൾട്ടേജ് ഈസ് ജനറേറ്റഡ് ദിസ് ഇൻസ്റ്റൻറ്റ്. ഇങ്ങനെ 90 ഡിഗ്രിയിൽ എന്ത് ചെയ്യുക, പിന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കോയിൽ മൂവ് ചെയ്യുന്നത് 90 ഡിഗ്രിയിലാണെങ്കിൽ എന്തിന്, പിന്നെ മാഗ്നറ്റിക് ഫീൽഡിനും പിന്നെ 90 റൈറ്റ് ആംഗിൾ ആയിട്ടാണ് കോയിൽ മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, മാക്സിമം വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ 0 ഡിഗ്രിയിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ രണ്ടും പാരലായിട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ 0 വോൾട്ടേജാണ് ഉണ്ടാവുക. ഇനി എന്ത് ചെയ്യും, നിങ്ങൾ കറങ്ങണതനുസരിച്ച് എന്ത് ചെയ്യും, വോൾട്ടേജ് കൂടി വരും. മാക്സിമം വോൾട്ടേജ് ഉണ്ടാവുമ്പോഴാണ് 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുമ്പോഴാണ്. 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ ബിറ്റ്വീൻ ദീസ് 2 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 0ൻ്റെയും 90 ഡിഗ്രിയിലും ഇടയിൽ എന്ത് ചെയ്യും, പിന്നെ ഉണ്ടാകുന്ന വോൾട്ടേജ് വാരീസ് അക്കോർഡിംഗ് വിത്ത് ദ സൈൻ ഓഫ് ദി ആംഗിൾ അറ്റ് വിച്ച് ദ കോയിൽ കട്ട്സ് ദ ലൈൻ ഓഫ് ഫോഴ്സ്. ഇപ്പോൾ എന്താണ് 0ൻ്റെയും 0 ഡിഗ്രി ആണെങ്കിൽ എന്താണ്, അത് പാരലായിട്ടാണ് മൂവ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, 0 വോൾട്ടേജാണ് ഉണ്ടാവുക. 90 ഡിഗ്രിയിലാകുമ്പോൾ മാക്സിമം വോൾട്ടേജ്. ഇതിനിടയ്ക്കുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കാൻ അല്ല, ഈ വോൾട്ടേജ് എന്താണ് 0യിൽ നിന്നും നമ്മൾ പിന്നെ സൈൻ വേവ് 0യിൽ നിന്നും ഇങ്ങനെ മാക്സിമത്തിലേക്ക് എത്തുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്കൊക്കെ വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജ് എന്താണ്, ഇവിടെ കട്ടിങ് ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ചാണ്. അത് കണ്ടുപിടിക്കാൻ സൈൻ ഓഫ് ദ ആംഗിൾ അറ്റ് വിച്ച് ദ കോയിൽ കട്ട് ചെയ്യുന്നതിൻ്റെ ആംഗിളിൻ്റെ സൈൻ എന്ന് പറഞ്ഞാൽ ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിൻ്റെ സൈൻ തീറ്റ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, പാരലായിട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ ഈ പിന്നെ ലൈൻ ഓഫ് ഫോഴ്സിന് പാരലായിട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ 0 കട്ടിങ് ആണ് ഉണ്ടാവുക. കട്ടിങ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, EMF ഉണ്ടാവില്ല. പിന്നെ ഇനി എന്താണ് 90 ഡിഗ്രിയിൽ റൈറ്റ് ആംഗിൾ ആയിട്ട് പിന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ റൈറ്റ് ആംഗിൾ ആയിട്ട് ഈ കോയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, മാക്സിമം മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യും. ആ സമയത്ത് ഈ മാക്സിമം വോൾട്ടേജ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കുക, കോയിൽ ഷോസ് ഇൻ 5 സ്പെസിഫിക് പൊസിഷൻ. 5 പൊസിഷനിലാണ് ഈ കോയിൽ നമ്മൾ സ്പെസിഫിക് പൊസിഷനിലാണ് ഇവിടെ കാണിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ കോയിൽ മൂവ് ചെയ്യണത്, കോയിൽ കറങ്ങണ്ടേ, ഇങ്ങനെ കറങ്ങണം. ആ കറങ്ങണത് എന്താണ്, ഇപ്പോൾ ഉള്ള പൊസിഷൻ ഈ പൊസിഷനിലാണ്, 0 ഡിഗ്രിയാണ് എന്ന് പറഞ്ഞാൽ പാരലായിട്ടാണ്. ആ പാരലായിട്ട് എന്താണ്, ഇതിന് പിന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടാണ്. അതുകൊണ്ട് തന്നെ 0 വോൾട്ടേജ് ആയിരിക്കും ഇതിൽ ഇൻഡ്യൂസ് ചെയ്യുക. ഇനി എന്ത് ചെയ്യും, ഇതിങ്ങനെ കറങ്ങി കട്ടിങ് കൂടി വരും. അതിനനുസരിച്ച് എന്ത് ചെയ്യും, വോൾട്ടേജ് കൂടി വരും. മാക്സിമം വോൾട്ടേജ് ഉണ്ടാവുക എന്താണ് 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ എന്താണ് 90 ഡിഗ്രി ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുക, മാക്സിമം വോൾട്ടേജ് ഉണ്ടാവുക. ഇപ്പോൾ ഈ കണ്ടക്ടർ ഇപ്പോൾ നോക്കുക, കണ്ടക്ടർ ഈ മുകളിലുള്ള കണ്ടക്ടർ ഇപ്പോൾ ചുവപ്പ് നീലയാണ് 2 കണ്ടക്ടറുകൾ കാണിച്ചത്. ഈ കണ്ടക്ടർ എന്താണ് അല്ലേ, താഴേക്കാണ് കറങ്ങണത് അല്ലേ, ഈ കണ്ടക്ടർ താഴേക്കാണ് കറങ്ങണത്. ആ സമയത്ത് Y എന്ന് പറഞ്ഞ കണ്ടക്ടർ മുകളിലേക്കാണ് കറങ്ങണത്. ഇപ്പോൾ നോക്കുക, ഈ താഴേക്ക് കറങ്ങണ ഈ X എന്ന് പറഞ്ഞ കണ്ടക്ടർ താഴേക്ക് കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുന്ന് 0യിൽ നിന്നും കട്ടിങ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് കൂടി വരും. ഈ പൊസിഷൻ എത്തുമ്പോൾ 90 ഡിഗ്രി എത്തുമ്പോൾ എന്ത് ചെയ്യും, മാക്സിമം വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. വീണ്ടും ഇത് കറങ്ങുകയാണ്, ഇങ്ങനെ കറങ്ങിയിട്ട് എന്ത് ചെയ്യും, ഈ പൊസിഷനിലെത്തുമ്പോൾ അല്ലേ മാക്സിമം വോൾട്ടേജ് ഒന്നും വീണ്ടും എന്ത് ചെയ്യും, കട്ടിങ് കുറഞ്ഞു വരും. ഈ പൊസിഷനിലെത്തുമ്പോൾ 0 വോൾട്ടേജ് വരും. അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ മാക്സിമം എത്തി, ഇവിടെ പിന്നെ വീണ്ടും 0യിലെത്തി. അപ്പോൾ ഈ പൊസിഷനിൽ 0 ആണ്. ഇനി നോക്കുക, ഈ X എന്നുള്ള ഈ കണ്ടക്ടർ ഇപ്പോൾ ഇതുവരെ എന്താണ് താഴേക്കാണ് കറങ്ങിക്കൊണ്ടുവന്നത്. ഇനി എന്ത് ചെയ്യും, ഇങ്ങനെ മുകളിലോട്ടാണ് അല്ലേ, ഇത് കറങ്ങുമ്പോൾ എന്താണ്
ഈ എക്സ് എന്നുള്ളത് ഇനി മുകളിലോട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ കാണാൻ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് അല്ലേ, റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് ഡയറക്ഷൻ കാണുമ്പോൾ ഈ ഇവിടുന്ന് താഴോട്ട് കറങ്ങുമ്പോഴുള്ള ഒരു ഡയറക്ഷനിലായിരിക്കും. ഇനി എന്താണ്, ഇവിടെ എത്തുമ്പോൾ ഇനി മുകളിലോട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഡയറക്ഷൻ മാറും, കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, പോസിറ്റീവ് ഹാഫ് സൈക്കിളിലേക്ക് വന്ന് മാക്സിമം എത്തി, പിന്നെ താഴോട്ട് വന്നു ഇപ്പോൾ മിനിമത്തിലെത്തി. ഇനി എന്താണ്, ഇനിയും ഇതിൽ കട്ടിങ് കൂടി വരും അല്ലേ. ഇപ്പോൾ പിന്നെ മിനിമത്തിലാണ്, ഇനി ഇത് മുകളിലോട്ട് കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, കട്ടിങ് കൂടി വരും. കട്ടിങ് കൂടി വരുമ്പോൾ എന്താ ചെയ്യും, വോൾട്ടേജ് കൂടുതൽ ഉണ്ടാവും. മാക്സിമം വോൾട്ടേജ് ഉണ്ടാവുക ഏറ്റവും കൂടുതൽ കട്ടിങ് ഉള്ള ഈ പൊസിഷനിലാണ്. എന്താണ്, റൈറ്റ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ഈ മാക്സിമം വരും. എന്താണ്, ഈ ഇതിൻ്റെ ഡയറക്ഷൻ മാറി, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇവിടെ എത്തിയപ്പോൾ മാറി, കറണ്ടിൻ്റെ ഡയറക്ഷൻ താഴോട്ടുനിന്ന് മാക്സിമം എത്തി. മാക്സിമത്തിൽ നിന്ന് പിന്നെ വീണ്ടും കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, ഇത് ഒരു പ്രാവശ്യം കറങ്ങി ഇവിടെ എത്തുമ്പോഴേക്കും എന്ത് ചെയ്യും, ഒരു സൈൻ വേവ് പൂർത്തിയാവും, ഒരു സൈക്കിൾ പൂർത്തിയാവും. പിന്നെ നോക്കുക, ഇത് ദീസ് ആർ ഇൻ്റർമീഡിയറ്റ് പൊസിഷൻ വിച്ച് ഒക്കർ ഡ്യൂറിങ് വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ ഓഫ് ദി കോയിൽ പൊസിഷൻ. ഇത് ഈ കോയിൽ എക്സ് എന്ന് പറഞ്ഞ ഈ കണ്ടക്ടർ കറങ്ങിയിട്ട് ഒരു പ്രാവശ്യം കറങ്ങിയിട്ട് ഇവിടെ തന്നെ എത്തുന്ന പൊസിഷനിൽ 5 പൊസിഷൻ അല്ലേ, മാക്സിമത്തിലെത്തും. ഇവിടെ നോക്കുക, ഇത് കറങ്ങിയിട്ട് എന്ത് ചെയ്യും, മാക്സിമം കട്ടിങ് പൊസിഷൻ, പിന്നെ വീണ്ടും മിനിമം പൊസിഷൻ, പിന്നെ മാക്സിമം കട്ടിങ് പൊസിഷൻ, വീണ്ടും ആദ്യത്തെ അതേ പൊസിഷൻ മിനിമം പൊസിഷനിലേക്ക് എത്തും. ഇതാണ് ഒരു പ്രാവശ്യം ഈ കണ്ടക്ടർ കറങ്ങിയിട്ട് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിൽ ഒരു കണ്ടക്ടർ കറങ്ങിയിട്ട് വരുന്ന പൊസിഷനാണ് ഇത്. ഇതിൽ നോക്കുക, ഇവിടെ കാണിച്ചിട്ടുണ്ട് എന്താണ്, ഈ പൊസിഷനിൽ 0 ഡിഗ്രി ആയിരിക്കും. ഇവിടെ എന്താണ്, പാരലായിട്ടാണ് മൂവ് ചെയ്യണത്. ആ സമയത്ത് ഇതിലുണ്ടാണ് കട്ടിങ് 0 ആയിരിക്കും. കട്ടിങ് 0 ആയിരിക്കുമ്പോൾ ഇവിടെ ഉണ്ടാണ് വോൾട്ടേജ് 0 ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യും, കട്ടിങ് ഇത് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ എന്ത് ചെയ്യും, കട്ടിങ് കൂടി വരും. കട്ടിങ് കൂടി വരുന്നതിനനുസരിച്ച് വോൾട്ടേജ് കൂടി വരും. മാക്സിമം എപ്പോഴാണ്, ഈ പൊസിഷനിലെത്തുമ്പോൾ എന്നാൽ 90 ഡിഗ്രി എത്തുമ്പോഴും മാക്സിമം പൊസിഷനാണ്. ഇവിടെ ഈ മാക്സിമത്തിലെത്തും. പിന്നെ ഇത് കറങ്ങാൻ തുടങ്ങും, താഴോട്ട് കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, കട്ടിങ് കുറഞ്ഞ് വരും. കട്ടിങ് കുറഞ്ഞതിനനുസരിച്ച് വോൾട്ടേജ് കുറഞ്ഞ് വരും. വോൾട്ടേജ് കുറഞ്ഞ് എന്ത് ചെയ്യും, 0 എത്തും. ഈ പൊസിഷൻ എത്തുമ്പോൾ 0 എത്തും. 180 ഡിഗ്രിയാണ്. ഇപ്പോൾ ഇത് പാരലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. പാരലായിട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതിൽ 0 എത്തും. പിന്നെ എന്ത് ചെയ്യും, കണ്ടക്ടർ ഈ എക്സ് എന്ന് പറഞ്ഞ കണ്ടക്ടർ മുകളിലോട്ടാണ് അല്ലേ, ഇത് മുകളിലോട്ട് വീണ്ടും കറങ്ങാൻ തുടങ്ങുമ്പോൾ കട്ടിങ് കൂടുമ്പോൾ എന്താണ്, കട്ടിങ് ഇതിലൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറും. ഇപ്പോൾ താഴോട്ടായി, എന്താണ്, ഇതിൻ്റെ ഡയറക്ഷൻ മാറി, ഇതുവരെ മുകളിലോട്ട് കഴിഞ്ഞാൽ ഡയറക്ഷൻ താഴോട്ടായി. അതെന്ത് ചെയ്യും, കട്ടിങ് കൂടുന്നതിനനുസരിച്ച് വോൾട്ടേജ് കൂടിക്കൊണ്ടേയിരിക്കും. ഈ പൊസിഷനിലെത്തുമ്പോൾ എന്ത് ചെയ്യും, മാക്സിമം പൊസിഷനാണിത്. മാക്സിമം പൊസിഷനിലെത്തും. കട്ടിങ് ഏറ്റവും കൂടുതലുള്ള പൊസിഷൻ, അവിടെ മാക്സിമം വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്യും. അത് പിന്നെയും കറങ്ങുമ്പോൾ എന്ത് ചെയ്യും, കട്ടിങ് കുറഞ്ഞ് വരും. ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കട്ടിങ് കുറഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യും, ഈ പൊസിഷനിലെത്തുമ്പോൾ 0 വോൾട്ടേജ്, വീണ്ടും 0 വോൾട്ടേജ്. ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു സൈക്കിൾ, ഇങ്ങനെ സൈൻ വേവിൻ്റെ ഒരു സൈക്കിൾ നമുക്ക് ലഭിക്കും. ഈ എങ്ങനെയാണ് ഈ ഇൻക്രീസ് ചെയ്യുന്നത്, വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യണം ഡിക്രീസ് ചെയ്യണമെന്നാണ്. ഒരു റൊട്ടേഷൻ നടത്തുമ്പോൾ എങ്ങനെയാണ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യണം ഡിക്രീസ് ചെയ്യണം എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞത്. ഇതിൻ്റെ ഡയറക്ഷൻ മാറുന്നത് എന്താണ്, നമ്മൾ പറഞ്ഞു. ഇത് എന്താണ്, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂള് വെച്ച് ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടാൽ ഇത് കൂടുതലായിട്ട് നമ്മൾ AC ജനറേറ്റർ അടുത്ത വർഷത്തിൽ സെക്കൻഡ് ഇയറിൽ AC ജനറേറ്റർ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് പഠിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് AC ഉണ്ടാവണമെന്ന് മനസ്സിലാക്കുക. ഇതിൽ നോക്കേണ്ട കാര്യം, നോട്ട് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദ വോൾട്ടേജ് റിവേഴ്സ് ഈച്ച് ഹാഫ് സൈക്കിൾ. ഒരു ഹാഫ് സൈക്കിളിൽ അല്ലേ, ഒരു പകുതി എത്തിയാൽ, ഇവിടുന്ന് കറങ്ങി ഈ എക്സ് എന്നുള്ളത് ഇവിടെ പകുതി എത്തിയാൽ, ഇതാണ് പകുതി, കറങ്ങി ഇവിടെ പകുതി എത്തിയാൽ എന്ത് ചെയ്യും, പിന്നെ ഇതിലൂടെയുള്ള കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറും. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു, ഇവിടെ താഴേക്കാണ്. അപ്പോൾ നമ്മൾ പിന്നെ റൈറ്റ് ഹാൻഡ് റൂൾ ഉപയോഗിക്കുമ്പോൾ താഴേക്കാണ്, പിന്നെ തമ്പ് താഴേക്കാണ് വരിക. അപ്പോൾ ഇത് പുറത്തേക്ക് അല്ലേ, താഴേക്ക് വരുമ്പോൾ പിന്നെ ഇതിലൂടെയുള്ള കറണ്ട് പുറത്തേക്കാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും, മുകളിലേക്കാകുമ്പോൾ എന്ത് ചെയ്യും, ഇതിലൂടെയുള്ള കറണ്ട് ഉള്ളിലേക്കാവും. അങ്ങനെ മാറ്റം വരും. അപ്പോൾ എന്താണ്, ഇതിലെ ഡയറക്ഷൻ വോൾട്ടേജിൻ്റെ ഓരോ ഹാഫ് സൈക്കിളിലും എന്ത് ചെയ്യും, വോൾട്ടേജിൻ്റെ ഡയറക്ഷൻ മാറുന്നുണ്ട്. ഇവിടെ ഈ പൊസിഷനിൽ 0 ആണ്. പിന്നെ എന്ത് ചെയ്യും, മാക്സിമത്തിൽ ഇവിടെ എത്തുമ്പോൾ മാക്സിമത്തിൽ, പിന്നെയും ഈ പൊസിഷനിൽ എത്തുമ്പോൾ 0 ആവും. പിന്നെ എന്ത് ചെയ്യും, ഇവിടെ എത്തുമ്പോൾ ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറും. കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറിയിട്ട് മാക്സിമത്തിലെത്തും, മിനിമത്തിലെത്തും. അങ്ങനെയാണ് അതിൻ്റെ കാരണം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈച്ച് റെവല്യൂഷൻ ഓഫ് ദ കോയിൽ, ഓരോ റെവല്യൂഷനിലും എന്ത് ചെയ്യും, ഈച്ച് സൈഡ് മസ്റ്റ് ഫസ്റ്റ് മൂവ് ഡൗൺ. ഇത് ഓരോ
ഇതും ഇവിടെ ഈ ഭാഗം താഴോട്ടാണെങ്കിൽ ഈ വൈ എന്ന് പറഞ്ഞാൽ മുകളിലോട്ടാണ്. അപ്പോൾ ഇതിലുണ്ടാണ് വോൾട്ടേജ് ഇവിടെ പിന്നെ ഈ ഡയറക്ഷനിലും വൈയിൽ ആ ഡയറക്ഷനിലായിരിക്കും. പിന്നെ ഇത് മാറിയിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഈ പൊസിഷനിലെത്തിയാൽ പിന്നെ എന്താണ് എക്സ് എന്നുള്ളതാണ് മുകളിലോട്ട്, വൈ എന്നുള്ള താഴോട്ട്. ഇവിടുത്തെ നേരെ എക്സ് എന്നുള്ള താഴോട്ടും വൈ എന്നുള്ള മുകളിലോട്ടും ആയിരുന്നു. അതിന് പകരം എക്സ് മുകളിലോട്ടും വൈ താഴോട്ടും വരും. അപ്പം നേരെ വിപരീതം ആയിട്ടാണ് ഇതിലുള്ള പിന്നെ കറണ്ട് ഉണ്ടാവുക. പിന്നെ എന്താണ്, ഇഫ് ദ കണ്ടക്ടർ മൂവ്സ് വിത്ത് എ റിലേറ്റീവ് വെലോസിറ്റി വി വിത്ത് റെസ്പെക്ട് ടു ദ ഫീൽഡ് കണ്ടക്ടർ മൂവ് ചെയ്യാണ്, അതിൻ്റെ വെലോസിറ്റി വി ആണ്, മൂവ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി വി ആണ് വിത്ത് റെസ്പെക്ട് ടു ദ ഫീൽഡിനെ അപേക്ഷിച്ച് ഇവിടെ കണ്ടക്ടർ മൂവ് ചെയ്യുന്നുണ്ട്, അതിന് ആ പിന്നെ മൂവ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി വി ആണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ദ ഇൻഡ്യൂസ്ഡ് EMF E വിൽ ബി, നമുക്ക് ഇതിൻ്റെ ഇൻഡ്യൂസ്ഡ് EMF കാണണമെങ്കിൽ, ഓരോ പൊസിഷനിലുള്ള ഇൻഡ്യൂസ്ഡ് EMF കാണണമെങ്കിലുള്ള ഇക്വേഷൻ, ഈ കാണാനുള്ള ഇക്വേഷൻ BLV sin തീറ്റ, ഇത്രയും വോൾട്ടേജാണ് ഉണ്ടാവുക. അപ്പോൾ കണ്ടക്ടർ എന്താണ് ഒരു പിന്നെ മൂവ് ചെയ്യുക, ഈ വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെയുള്ള പിന്നെ ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ ഈസ് ഈക്വൽ ടു BLV sin തീറ്റ. എന്താണ് ബിയും എല്ലും വിയും? വേർ ബി ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ബി എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, അത് മെഷർ ചെയ്യുന്നത് ടെസ്ല അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ, നമ്മൾ പഠിച്ചതാണ്. അതേപോലെ തന്നെ എൽ എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ ഇൻ ദി ഫീൽഡ് ഇൻ മീറ്റേഴ്സ്. ലെങ്ത്ത്, ഈ കണ്ടക്ടറിൻ്റെ ലെങ്ത്ത് മീറ്ററിൽ ഉള്ള ലെങ്ത്ത് എൽ. വി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ബിറ്റ്വീൻ ദ ഫീൽഡ് ആൻഡ് കണ്ടക്ടറിൻ്റെയും പിന്നെ ഫീൽഡിനും ഇടയിലുള്ള റിലേറ്റീവ് വെലോസിറ്റിയാണ് മീറ്റർ പെർ സെക്കൻഡിൽ. അപ്പോൾ BLV. പിന്നെ സൈൻ തീറ്റ എന്ന് അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 0-ൻ്റെയും 90-ൻ്റെയും ഡിഗ്രിയിലുള്ള ഇടയിലുള്ള വോൾട്ടേജിൻ്റെ അളവ് കാണണമെങ്കിൽ അതിൻ്റെ സൈൻ ഓഫ് ദി ആംഗിൾ, അത് സൈൻ തീറ്റയാണ്. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ അറ്റ് വിച്ച് ദ കണ്ടക്ടർ കട്ട്, മാഗ്നറ്റിക് ഫീൽഡിനെ കണ്ടക്ടർ കട്ട് ചെയ്യുന്നതിൻ്റെ ആംഗിളാണ് തീറ്റ എന്ന് പറഞ്ഞത്. അതിൻ്റെ സൈന് കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വോൾട്ടേജ് കാണാം. അപ്പോൾ എന്താണ് ഇതിലുള്ള EMF കാണാൻ ഒരു പിന്നെ ജനറേറ്ററിലെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്നാണ് ഇതിന് പറയുക. ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ കാണാനുള്ള ഇക്വേഷനാണ് ഈസ് ഈക്വൽ ടു, ഓരോ ഇൻസ്റ്റൻറ്റിലുള്ള വാല്യൂ കാണാനുള്ള ഇക്വേഷനാണ് ഈസ് ഈക്വൽ ടു BLV sin തീറ്റ. ഒരു ബി എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ഡെൻസിറ്റി, എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്, വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, പിന്നെ തീറ്റ എന്ന് പറഞ്ഞാൽ പിന്നെ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യുന്ന ആംഗിൾ. പിന്നെ നമുക്കൊന്ന് ഒരു ഉദാഹരണം നോക്കാം. ലെറ്റ് us കൺസിഡർ ദ ഫിഗർ 3 എന്ന് പറഞ്ഞാൽ ഈ ഇത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കണ്ടക്ടർ A to I ആർ പ്ലേസ്ഡ് ഓൺ ദി പെരിഫറി ഓഫ് ദ ആർമേച്ചർ കണ്ടക്ടർ മാഗ്നറ്റിക് പോൾ. ഇവിടെ നോക്കുക, ഇതൊരു കണ്ടക്ടറാണ്. കണ്ടക്ടർ ഇങ്ങനെ കറങ്ങുകയാണ്. ഈ ABCD എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ കണ്ടക്ടർ കറങ്ങുകയാണ്. ആ കണ്ടക്ടർ കറങ്ങുമ്പോൾ എന്താണ്, ഇവിടെ ഇത് 0 ഡിഗ്രിയാണ്, ഇത് ഇങ്ങനെയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് പാരലായിട്ട്, ഇതിന് പാരലായിട്ടുള്ളതാണ് 0 ഡിഗ്രി. ആ 0 ഡിഗ്രിയിൽ പിന്നെ ഇത് കണ്ടക്ടർ കറങ്ങുമ്പോൾ അത് 30 ഡിഗ്രിയിൽ കട്ട് ചെയ്തു. പിന്നെ ഇവിടെ എത്തുമ്പോൾ 90 ഡിഗ്രിയിൽ, 135 ഡിഗ്രിയിൽ കട്ട് ചെയ്തു. ഇങ്ങനെ കട്ടിങ് നമ്മൾ പറഞ്ഞു 0 ഡിഗ്രിയിൽ എന്താണ് 0 വോൾട്ടേജ് ആയിരിക്കും, 30 ഡിഗ്രിയിൽ കുറച്ച് വോൾട്ടേജ് ഉണ്ടാവും, എന്നാൽ 90 ഡിഗ്രിയിൽ മാക്സിമം വോൾട്ടേജ് കട്ടിങ് ഉണ്ടാവും, 135 പിന്നെയും കുറയും. പിന്നെ എന്താണ് മാക്സിമം ഈ പിന്നെ വീണ്ടും 0 ആവും. ഇതേ പൊസിഷനാണ് ഇവിടെ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ഫീൽഡിന് പാരലായിട്ടാണ്. ഈ ഓരോ പോയിന്റിലുള്ള എന്ത് ചെയ്യണം, നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കണം. അതിനെന്താണ് നമ്മളിവിടെ ഉദാഹരണത്തിന് അസ്യൂം ഫോർ ദിസ് പാർട്ടിക്കുലർ ജനറേറ്റർ, ഈ ജനറേറ്റർ ഇതാണ് ജനറേറ്റർ, എന്നിൽ നിന്നും എസ്സിലേക്ക്, ഇത് ജനറേറ്ററിൽ പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അല്ലെങ്കിൽ കണ്ടക്ടർ കട്ട് ചെയ്താൽ എന്ത് ചെയ്യും, അതിനാണ് ജനറേറ്റർ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ വാല്യൂ BLV എന്നുള്ളതിൻ്റെ വാല്യൂ 100 വോൾട്ടാണ്. ഉദാഹരണം BLV എന്നുള്ളത് 100 വോൾട്ടാണെന്ന് സങ്കല്പിക്കുക, 100 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ A എന്ന് പറഞ്ഞ പൊസിഷനിൽ, B എന്ന് പറഞ്ഞ പൊസിഷനിൽ, C എന്ന് പറഞ്ഞ പൊസിഷനിലൊക്കെ എത്ര വോൾട്ടേജ് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ A എന്ന് പറഞ്ഞപ്പോൾ അക്കോർഡിംഗ് ടു ദി കണ്ടക്ടർ A ഇൻഡ്യൂസ് ആൻഡ് EMF BLV sin തീറ്റ അല്ലേ, ഈ EMF കാണാനുള്ള ഇക്വേഷൻ BLV sin തീറ്റയാണ്. A എന്ന് പറഞ്ഞ പൊസിഷനിൽ, ഈ കണ്ടക്ടർ A എന്ന് പറഞ്ഞ പൊസിഷനിലാവുമ്പോൾ എന്താണ് എത്ര വോൾട്ടേജ് ഉണ്ടാവുന്നതാണ്, BLV sin തീറ്റ എന്നാണ്. ഇവിടെ തീറ്റ എത്രയാണ്, 0 ഡിഗ്രിയാണ്, 0 ഡിഗ്രിയാണ്. അപ്പോൾ എന്താണ് തീറ്റ ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ sin 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, sin 0 എന്നുള്ളത് 0 ആണ്. അത് നിങ്ങൾ കാൽക്കുലേഷനിൽ പഠിച്ചതാണ്. ഒന്നാണ് sin 0 0 ആണ്. അതുകൊണ്ട് തന്നെ 100 ഇൻറ്റു അല്ലേ 100ആണ്. BLV എത്രയെന്ന് നമ്മൾ ഇവിടെ തന്നിട്ടുണ്ട്, 100 ആണ്. 100 ഇൻറ്റു 0 വോൾട്ടേജ് ആയിരിക്കും ഈ ആംഗിളിൽ കട്ടിങ്, ഈ പൊസിഷനിൽ
ആകുമ്പോൾ സീറോ എ എന്ന് പറഞ്ഞ പൊസിഷനിൽ 0 വോൾട്ടേജ് ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചത് 0 വോൾട്ടേജ്. ഇനി ബി എന്ന് പറഞ്ഞ പൊസിഷൻ അല്ലെ, രണ്ടാമത്തെ പൊസിഷനിൽ 30 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യണത്, ഈ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ട് ചെയ്യണത് 30 ഡിഗ്രിയിൽ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, സൈൻ 30 ഇവിടെ ബി എൽ വി എന്ന് പറഞ്ഞാൽ 100 അല്ലേ, 100 × സൈൻ 30 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. സൈൻ 30ൻ്റെ വാല്യൂ 0.5 ആണ്. അപ്പോൾ ഈ പൊസിഷനിൽ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയിൽ പൊസിഷനിൽ നമുക്ക് ഉണ്ടാകുന്ന വോൾട്ടേജ് 50 വോൾട്ടാണ്. ഇവിടെ കട്ട് ചെയ്യുന്നതിൻ്റെ ആംഗിളിനനുസരിച്ചാണ് വോൾട്ടേജ് ഉണ്ടാകുക. ഇവിടെ 30 ഡിഗ്രിയിലാണ് കട്ട് ചെയ്യുന്നത്. 30 ഡിഗ്രിയിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വോൾട്ടേജ് 50 വോൾട്ടാണ്. അതാണ് ഇവിടെ ഈ ഇതിൽ നോക്കുക 50 വോൾട്ട്. ഇവിടെ ബി എന്ന് പറഞ്ഞ പൊസിഷനിൽ ഉണ്ടാകുന്ന വോൾട്ടേജാണ് ഈ 50 വോൾട്ട്. അപ്പോൾ 0-ൽ നിന്നും കട്ടിങ് കൂടി 50 വോൾട്ടായി. 50 വോൾട്ടായി. ഇനി നോക്കാം അടുത്തത് സി എന്ന് പറഞ്ഞ പൊസിഷൻ അല്ലേ. സി എന്ന് പറഞ്ഞ പൊസിഷൻ നമ്മൾ പറഞ്ഞു മാക്സിമം വോൾട്ടേജ് ആണ് ഉണ്ടാവുന്നത് അല്ലേ. ഇതെന്താണ്, ഈ 90 ഡിഗ്രിയിലാണ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം വോൾട്ടേജ് ഉണ്ടാകുന്ന ഒരു പൊസിഷനാണത്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. സൈൻ 0 എന്ന് പറഞ്ഞാൽ 0, സൈൻ 90 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ബി എൽ വി എന്ന് പറഞ്ഞാൽ 100 × സൈൻ 90 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ 100 വോൾട്ട് എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ്. ഇവിടെ ബി എൽ വി 100 വോൾട്ടാണ്. ആ 100 വോൾട്ടും നമുക്ക് കിട്ടണ എന്താണ്, കണ്ടക്ടർ കട്ട് ചെയ്യുന്ന 90 ഡിഗ്രിയിൽ കട്ട് ചെയ്യുമ്പോൾ ഇത് 100 വോൾട്ട്. ഇവിടെ അതാണ് മാക്സിമം വോൾട്ടേജ്. ഇവിടെ നോക്കുക 0-ൽ നിന്നിപ്പോൾ മാക്സിമത്തിലെത്തി. ഇനി എന്ത് ചെയ്യുക, ഇനി കണ്ടക്ടർ കറങ്ങി ഈ പൊസിഷനിൽ 135 ഡിഗ്രി എന്നുള്ള പൊസിഷനിലെത്തി. അപ്പോൾ എന്താണ് ഡി അല്ലെ, ഡി എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്തി. അത് 135 ഡിഗ്രിയിലാണ് കട്ട് ചെയ്യണത്. 135 എന്ന് പറഞ്ഞാൽ ബി എൽ അല്ലേ, ബി എൽ വി സൈൻ തീറ്റ, സൈൻ 135 ആ 135 എന്നുള്ളത് എന്താണ് 90 + 45 സൈൻ അല്ലേ. 90 + 45 ഈ പിന്നെ ഇത് വരിക 135. അപ്പോൾ അതിന് ബി എൽ വി സൈൻ 45 കണ്ടാൽ മതി. ആ 45 സൈൻ 45 എന്ന് പറഞ്ഞാൽ എന്താണ് 0.707 ആണ് അതിൻ്റെ വാല്യൂ. 0.707 ആണ് അതിൻ്റെ വാല്യൂ. അതാണ് 100 × 0.707 എന്ന് പറഞ്ഞാൽ 70.7 വോൾട്ട് എന്ന് പറഞ്ഞാൽ 45 ഡിഗ്രിയിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ 70.7 വോൾട്ടാണ് ഇതിൽ ഉണ്ടാവുക. അപ്പോൾ ആ 70.7 വോൾട്ട് ആണ് ഇവിടെ കാണിച്ചത്. ഇപ്പോൾ മാക്സിമം 100-ൽ നിന്നും എന്ത് ചെയ്യും, ഇവിടെ കട്ടിങ് ഇങ്ങോട്ട് മാറിയപ്പോൾ എന്ത് ചെയ്തു, പിന്നെ ഡി എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് 70.7 വോൾട്ടേജിലേക്ക് കുറഞ്ഞു. ഇനി അടുത്ത പൊസിഷൻ എന്താ, ഇ എന്ന് പറഞ്ഞ പൊസിഷനാണ്. ഈ എന്ന് പറഞ്ഞ പൊസിഷൻ വീണ്ടും എന്താണ്, ഇവിടെ ഈ 0 ഡിയിലെ പാരലായിട്ടാണ് മൂവ് ചെയ്യുക. ഇ എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി അല്ലേ, 180 ഡിഗ്രിയാണ്. അതാണ് 180 എന്ന് പറഞ്ഞാൽ 0 ആണ്. പിന്നെ 0 ഡിഗ്രി ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. അപ്പോൾ സൈൻ 0 എന്ന് പറഞ്ഞാൽ 0 ആണ് വീണ്ടും. അപ്പോൾ എന്താണ്, പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്തു 180 ഡിഗ്രിയിൽ ഇവിടെ നോക്കുക. 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇതാണ്. 180 ഡിഗ്രിയിൽ 0 വോൾട്ടേജിലെത്തി. ഇപ്പം എന്താണ്, ഇവിടെ നിന്നും ഇവിടെ പകുതി കറങ്ങിയപ്പോഴേക്കും എന്ത് ചെയ്തു, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയി. ഇനി എന്താണ്, ഇനിയും കറങ്ങുമ്പോൾ എന്താണ്, ഈ എഫ് എന്നുള്ള അല്ലേ, ഇയിൽ നിന്നും എഫ് എന്നുള്ള പൊസിഷനിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, കട്ടിങ് 225 ഡിഗ്രിയിലായി. മൊത്തം 360 ഡിഗ്രിയാണ്. അപ്പോൾ 225 ഡിഗ്രിയിലായാൽ എന്താണ് അടുത്തത്, ഇങ്ങനെ എന്ത് ചെയ്യും, 225 ഡിഗ്രിയിലാകുമ്പോൾ അങ്ങനെ മാറി വരും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യും, 0 മുതൽ വീണ്ടും 225 ഡിഗ്രി എന്താണ്, ഇതിൻ്റെ ഡയറക്ഷൻ മാറും. എന്നാൽ നെഗറ്റീവ് ആയിരിക്കും ഇതിൽ കിട്ടുക. എന്ത് ചെയ്യും, 30 ഡിഗ്രി ആവും, 50 വോൾട്ട്, പിന്നെ 100 വോൾട്ട്, 70.7 വോൾട്ട്. പിന്നെ ഇങ്ങനെ നമുക്ക് ഏത് പൊസിഷനിലുള്ളത് കാണണമെങ്കിലും ഈ ബി എൽ വി സൈൻ തീറ്റ എന്നുള്ള ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റും. അപ്പോൾ ഇത് ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ്, ഇൻസ്റ്റൻറ്റീനിയസ്, ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ഈ കറങ്ങണ ഏത് ഇൻസ്റ്റൻറ്റിലുള്ള വോൾട്ടേജും, ഈ കറങ്ങുമ്പോഴുള്ള ഏത് ഇൻസ്റ്റൻറ്റിലും എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടർ കട്ട് ചെയ്യുന്നതിൻ്റെ ആംഗിള് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക, നമുക്ക് അതിൻ്റെ വോൾട്ടേജ് കിട്ടുക. ബി എൽ വി സൈൻ തീറ്റ എന്നുള്ളതാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഒന്നാമതായിട്ട് അഡ്വാൻറ്റേജ് ഓഫ് ഡി സി ഓവർ എ സി, എ സിയേക്കാളുള്ള ഡി സിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞു. പിന്നെ ഡി സിക്ക് എ സിയേക്കാളുള്ള, പിന്നെ എ സിക്ക് ഡി സിയേക്കാളുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞു. പിന്നെ ജനറേറ്റിംഗ് ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇതെല്ലാവരും പിന്നെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. എല്ലാവരും കണ്ട് മനസ്സിലാക്കുക. അടുത്ത ക്ലാസ് ടേംസ് റിലേറ്റഡ് വിത്ത് എ സി. എ സിയെ കുറിച്ച് കുറേ ടേമുകൾ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻസ് കുറേ പറയുന്നുണ്ട്. അതിൻ്റെ 1-ാം ഭാഗമാണ് അടുത്ത ലെസൺ. എല്ലാവരും ഈ ക്ലാസ് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. എല്ലാവർക്കും നന്ദി.